Hello guys. Welcome to Albion the other day. അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ കുറേ മണിക്കൂറുകളുടെ ഫ്രാക്ഷൻ വാർത്തകളുടെ കിട്ടിയ മുതലുകളാണ് ഈ ബാങ്കിൽ കിടക്കുന്നത്. സോ ഞാൻ കരുതി ഇതെല്ലാം മാറ്റി വെച്ച് നമുക്ക് കുറച്ച് നേരം എന്തുവാ PvP ബാറ്റിൽസ് കളിച്ചാലും ആലോചിക്കുക, എറീന കളിക്കാൻ നേരത്തി ആ ഒരു പ്ലാനിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ എല്ലാവരും മാറ്റി എൻ്റെ കയ്യിരിക്കുന്ന ഏറ്റവും കൂടിയ സാധനം വെച്ച് നമുക്ക് എന്താണെങ്കിൽ PvP ബാറ്റിൽ അവർക്ക് അവരെ എതിർക്കാമെന്നാണ് എൻ്റെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ബോറടിയാനായിരിക്കത്തില്ലല്ലോ, കാണാതിരിക്കാൻ എന്താണ് എല്ലാത്തിൻ്റെ ഇത് ഞാൻ മുഖത്തിനായിരിക്കും നിങ്ങൾ മുഖിക്കൊണ്ടിരുന്നു. സ്റ്റേറ്റും ഇതാണ് ഞാൻ മെയിനായിട്ട് എന്നാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന എൻ്റെ ബിൽഡാണ്. ഞാൻ ആദ്യത്തെ പാർട്ടിയാണ് കാണിക്കുന്നത്. എൻ്റെ ബിൽഡ് എങ്ങനെ ആയിരിക്കും, ഏത് ബിൽഡിലാണ് ഞാൻ പിന്നെ ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹോസ്റ്റലറിൽ അടുത്തന്നെ എന്താണെങ്കിലും എല്ലാ മെയിൻ വില്ലേജുകളിലും പിന്നെ ആണെങ്കിൽ ഫൈറ്റിംഗ് ഏരിയനെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വില്ലേജുകളിലും ഏത് വില്ലേജ് എത്തിപ്പെട്ടാലും ശരിയാണ്, എല്ലാവർക്കും ഫൈറ്റിംഗ് ഏരിയയിൽ കയറാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഫൈറ്റിംഗ് ഏരിയയിൽ സിംഗിൾ മാച്ച് കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആണെങ്കിൽ എങ്ങനാവും എങ്ങനായി തീരും എന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. എങ്കിൽ പോലും സീനില്ലാത്ത രീതിക്കാണ്. എന്തെന്നായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ എല്ലാം എനിക്ക് തോന്നുന്നു ഞാനെല്ലാം പിന്നെ എങ്കിൽ ഇതിടുന്നതാണ് നല്ലത്. എന്തുവാ ഇതിനൊക്കെ നല്ല അപ്പുറത്തെയാണ് പോകുന്നത്. കാരണം അതെല്ലാം ക്ലോത്തിൻ്റെ ആർമറാവും, ഫുള്ള് ക്ലോത്തിൻ്റെ. ആകെ 3 ടൈപ്പാണ് ആർമേഴ്സ് ഉള്ളത്. ക്ലോത്ത്, ലെതർ, അതാണെങ്കിൽ തന്നെ ഇതിൻ്റെ പേരെന്താണ് പ്ലേറ്റ്. ഈ 3 തരം ആർമറുകളുള്ളൂ. ഈ 3 തരം തന്നെ നമുക്ക് തന്നെ ഹണ്ടർ, അസാസിൻ, അത് കണക്ക് തന്നെ ബോംബർ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. വെപ്പൺസ് അനുസരിച്ചാണ് നമ്മളേത് ജോൺ തലയിലോട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഞാനിപ്പം പിന്നെ ഗായത്തിൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചാണ്, അമ്പും വില്ലും വെച്ചാണ്, വെച്ചാണ്. നമ്മൾ അമ്പും വില്ലും വെച്ചാണ് ഞാൻ ഫൈറ്റിങ് എറീനയിലോട്ട് എൻ്റെ ആവാന്ന് കരുതിയത്. അങ്ങനെ എൻ്റെ ആവാനുള്ളൊരു തമ്പാടിങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളെൻ്റെ ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ. എപ്പോഴും ബിൽഡ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണോ നിങ്ങൾ അതിനകത്ത് ഇട്ടേക്കുന്നതിന്. ഇതാണൊക്കെ മേളിൽ നമ്മുടെ സ്കില്ലും അതിന് താഴത്ത് അതിനെ അനുകൂലിച്ചുള്ള നമ്മുടെ ബഫും ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് സ്കില്ലാണെങ്കിൽ ഇത് നമ്മൾ ഓൾറെഡി അല്ലാതെ തന്നെ കിട്ടുന്നത് ആ സാധനം. ഇത് രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്താലേ നമുക്ക് പിന്നാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ബിൽഡ് കിട്ടത്തുള്ളൂ. എനിക്ക് ഇന്നേവരെ ഏതാണ് നല്ല ബിൽഡ്, എങ്ങനെയാണ് നല്ല ബിൽഡൊന്നും ഞാൻ ഇന്നേവരെ നോക്കിയിട്ടില്ല. അതാണ് ഞാൻ തെറ്റാലോചിച്ചപ്പോഴാണ് ഇതിട്ടപ്പോഴാണ് ഇത്രയും ബിൽഡ് നിങ്ങൾ നോക്കി വെച്ചോണേ. കാരണം ഇതെല്ലാം അവസാനം ഒറ്റ കാര്യത്തിൽ തീരുന്നതാണ്. കണ്ടോ, നമുക്ക് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റാക്കും ശൈലിയെല്ലാം വേറെയാണ്. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ ഒരിതുണ്ട്. കാരണം ഇതിനകത്ത് തന്നെ ആണെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോ ശ്രദ്ധിച്ചാൽ എനിക്കറിയാം, ചിലതിനകത്ത് തന്നെ ആണെങ്കിൽ ഗോൾഡൻ കളറും ചിലത് സിൽവർ കളറും ഒക്കെ ഉണ്ട്. എന്തൊക്കെയായാലും അതെല്ലാം 10 പൂവിൻ്റെ വെച്ച് പൂവിനാണ് പറയുന്നത്. പക്ഷേ എനിക്കങ്ങോട്ട് കറക്റ്റ് അറിയാൻ പറ്റിയിട്ടില്ല എങ്ങനെയാണ് എന്തുവാണ് സംഭവം എന്നൊക്കെ. എന്തൊക്കെയായാലും ശരി, നമുക്ക് അതെ ഇതാണ് ഹോസ്റ്റലിങ്. ഞാൻ പറഞ്ഞല്ലേ ഹോസ്റ്റലിങ് എല്ലായിടത്തും ഉണ്ട്. അത് മൊത്തത്തിൽ 6 ഇതാണുള്ളത്. 5 ഇതും 5 വില്ലേജും 6 ഒരു ബാൻഡിങ് ഗ്രൂപ്പുമാണുള്ളത്. ഈ ബാൻഡിങ് ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അന്നെങ്കിൽ അതിനപ്പുറത്തുള്ള റിസോഴ്സ് 25% റിസോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പാടാണ്. അവിടെ നമുക്ക് പുറത്തിറങ്ങിയാൽ പിന്നെ അന്നെങ്കിൽ അവന്മാർ കൊതമടിച്ച് ചെയ്തു ആ ഒരു കാര്യത്തിലുള്ള പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ കരുതിയത് ഇത് പിന്നെ ഈ ഹാളും പേവിലോട്ട് വന്ന വഴിയാണ്. ആ വഴി പോകാതെ നമ്മൾ നേരെ വലത്തോട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് അവിടെ എറീനയിൽ ചെല്ലുന്നു. ഏതിനെ ചെല്ലുക, ഇത് കൊടുക്കുക, സൈനപ്പ് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. പിന്നെ വെയിറ്റ് ചെയ്യുക. ആ സൈഡിൽ ഇത് സാധനം കറങ്ങനാന്തോ എൻ്റെ ക്രോസ് മാപ്പി, അതാണ് എറീന.
എറിയുന്ന ഇൻവിറ്റേഷൻ വരും. ഇൻവിറ്റേഷൻ റെഡി കൊടുക്കുക. എതിർഭാഗത്തി റെഡി ആണ് എങ്കിൽ സ്പോട്ടിൽ നമുക്ക് പിന്നാണെങ്കിൽ ഫൈറ്റിങ്ങിലോട്ട് എത്താം. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുവാണ് ഇതിനു വേണ്ടി. ഞാൻ എനിക്ക് വന്നിരിക്കുന്നു. ഇത് റെഡി കൊടുത്താൽ സ്പോട്ടിൽ നമുക്ക് പിന്നെ ഫൈറ്റ് നടത്താം. പക്ഷേ ഫൈറ്റിങ് നിനക്ക് കാണിച്ചാന്ന് വരിക്കഴിഞ്ഞാൽ എൻ്റെ ബിൽഡാണ് ഞാൻ കാണിക്കുന്നത്. ആ ബില്ലിന് ഇത് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് മെയിനായിട്ട്. കാരണം പുതിയതായിട്ട് കളിക്കാൻ വരുന്നവരൊക്കെ എന്തുവാണ് അംഗം മുങ്കും ഇല്ലാതെ വന്നിരുന്ന് ചാവുകയും ചെയ്യും. ചിന്നക്കിടന്ന് ഓടി 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 അവസ്ഥയാണ്. ഇത് ചുമ്മാ ഒന്ന് എറിഞ്ഞ് കളിച്ച് കഴിഞ്ഞാൽ എന്താക്കും എന്ന അവസ്ഥയായിരിക്കും നിങ്ങൾക്കും. കാരണം ഇത് കളിക്കുമ്പം അതിൻ്റേതായ ഒരു ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും എൻ്റെ വിജയവും എൻ്റെ പരാജയവുമെല്ലാം.